നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പാവം, ഒരുപാട് തല്ല് കിട്ടി. എന്ത് ചെയ്യാം? അടുത്തേക്ക് ചെന്നൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും പറ്റില്ല. ആരെങ്കിലും കണ്ട പിന്നെ അതോടെ ഈ വീടൊരു യുദ്ധക്കളമായി മാറും. ഞാൻ ഇത്രയൊക്കെ തല്ലുകൊണ്ടിട്ടും ശ്രേയ എൻ്റെ അടുത്തേക്കൊന്ന് വന്നുപോലും ഇല്ലല്ലോ. നിഖിലിന്റെ അടുത്തേക്കൊന്നും ചെല്ലാൻ പറ്റാത്തതിന്റെ വിഷമം എനിക്കല്ലേ അറിയൂ. നിഖിലിനെ ഒന്ന് വിളിച്ചാലോ? ഹലോ ശ്രേയ, ഞാനിപ്പോൾ തൻ്റെ കാര്യം ഓർത്തേ ഉള്ളൂ. ആ സമയത്ത് തന്നെ താൻ വിളിച്ചു. ഒരുപാട് തല്ല് കിട്ടിയല്ലേ? എല്ലാം ഞാൻ കാരണം. തല്ല് കിട്ടി തീർത്ത് വിഷമിക്കണ്ട. പ്രേമം സക്സസ് ആകണമെങ്കിലേ 2 തല്ലൊക്കെ അത്യാവശ്യമാണ്. എന്നെ തല്ലിയത് എൻ്റെ അച്ഛനല്ലേ. എനിക്കതിൽ ഒരു വിഷമവും ഇല്ല. എന്തായാലും എൻ്റെ സ്നേഹം തനിക്ക് മനസ്സിലായല്ലോ. എനിക്കത് മതി. താനിപ്പോ എവിടെയാ? മുറിയിലാണോ? മുറിയിലല്ല, ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. എവിടെ? ദാ ഇവിടെ, ഇങ്ങോട്ട് നോക്ക്. ബാക്കിലേക്ക് നോക്ക്. എനിക്ക് നിഖിലിന്റെ അടുത്തേക്ക് വരണമെന്നുണ്ട്. പക്ഷേ പേടിച്ചിട്ട് വയ്യ. ആരെങ്കിലും ഒന്ന് കണ്ട അത് വലിയ പ്രശ്നമാവും. അയ്യോ, അതൊന്നും വേണ്ട. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. എന്തിന്റെ കോട്ട? ഇന്നത്തെ തല്ലിന്റെ കോട്ട. ഇന്നിനി തല്ല് വാങ്ങിക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല. നാളെ ആവട്ടെ. എന്തായാലും മറഞ്ഞു നിന്ന് കാണാനാണെങ്കിലും താൻ വന്നല്ലോ. ഐ എം വെരി ഹാപ്പി. ആ, എന്നെ കിട്ടണമെങ്കിൽ ഇനി ഇതുപോലെ ഒരുപാട് തല്ലുകൊള്ളേണ്ടി വരും. തല്ലുകൊള്ളാനല്ല, തനിക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാ. മരിച്ചാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? ഞാനൊരു ആവേശത്തിന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. ഒരുപാട് കൊല്ലം പരസ്പരം സ്നേഹിച്ച് താൻ കുറെ കുട്ടികളുടെ അമ്മയായി. കുറെ കുട്ടികളോ? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അത് പറഞ്ഞാൽ പറ്റില്ല. നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഓരോരുത്തരും മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കത് പോരാ. മിനിമം 4-5 എണ്ണം വേണം. കൊള്ളാം. എന്നെ ബുദ്ധിമുട്ടിക്കാൻ തന്നെയാ ഉദ്ദേശം. 4-5 എണ്ണത്തിനൊന്നും ഞാനില്ല. ആ ശരി, തന്റെ ഇഷ്ടത്തിന് മതി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താനിപ്പോ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ച് ഞാനൊരു ഉമ്മ വന്നേനെ. പോടാ തെമ്മാടി. നീ പൊടി. അയ്യോ, അമ്മ വിളിക്കുന്നുണ്ട്. ഞാൻ പോവാ. വിട്ടോ. ദർശനെ, താനെന്താ ആലോചിക്കുന്ന? ഒന്നുമില്ല. അമ്മയെ പുറത്തിറക്കാൻ വൈകുന്നതിന്റെ ടെൻഷനാണോ തനിക്ക്? അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ നെഞ്ച് പൊടിയുക. നമ്മളെ കൊണ്ട് പറ്റുന്നത്ര തെളിവുകളും നമ്മൾ പോലീസിനെ സംഘടിപ്പിച്ചു കൊടുത്തില്ലേ? എന്നിട്ടും അവരെന്താ ഗുണ്ടകളെ കണ്ടെത്താത്തത്?
രൂപേഷേട്ടാ, ഇങ്ങനെ വിഷമിക്കില്ലേ? കരുണനങ്ങളും അരുൺ സാറും നമുക്ക് വാക്ക് തന്നല്ലേ ആ ഗുണ്ടകളെ ഉടനെ തന്നെ കണ്ടെത്തുമെന്ന്. പോലീസിന് അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഒരു സൂചനയെങ്കിലും കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ടു. രൂപേഷേട്ടൻ വിഷമിക്കണ്ട. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അതെ, അതിനു വേണ്ടിയല്ലേ ഞാൻ വ്രതം എടുക്കുന്നത്. കരുണനങ്ങളാ? ഹലോ അങ്കിൾ. ശരി അങ്കിൾ, ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. രൂപേഷേട്ടാ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. ഗുണ്ടകൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം പോലീസ് കണ്ടെത്തി. ദേ, നമുക്ക് ഉടനെ അങ്ങോട്ട് പോണം. വേഗം റെഡിയാവാ. മോനെ, ആഹാരം കഴിക്കുന്നില്ലേ? എടുത്തു വെച്ചിട്ടുണ്ട്. നീ ചോദിച്ചത് കേട്ടില്ലേ? എനിക്ക് വേണ്ട. കിട്ടിയതൊക്കെ തന്നെ ധാരാളമാ. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാ മതി. തെറ്റ് ചെയ്തിട്ട് വീണ്ടും അതിനെ ന്യായീകരിക്കണം നീ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തതേ അച്ഛനും അമ്മയും കൂടെയാ. എന്റെ സമ്മതമില്ലാതെ എന്റെ കല്യാണം തീരുമാനിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? ഞങ്ങൾ നിന്റെ അച്ഛനും അമ്മയാണ്. അതുകൊണ്ട് എനിക്കിഷ്ടമില്ലാത്തൊരു പെണ്ണിനെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ കരുതിയോ? ഇത്രയും നാളും അമ്മയ്ക്കും അച്ഛനും അവളോടില്ലാതിരുന്ന സ്നേഹം ഇപ്പൊ ഉണ്ടായത് എന്തുകൊണ്ടാ? കാരണമൊക്കെ നിന്റെ അച്ഛനോട് ചോദിച്ചാ മതി. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയെന്തിനാ? എനിക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? ആരെങ്കിലും വെല്ലുവിളിച്ചെന്ന് കരുതി ഉടനെ മകനെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യാൻ ഇറങ്ങാനേ അമ്മയ്ക്കും അച്ഛനും എന്താ ഭ്രാന്താ? ആ പവ്യങ്ങളിത് മനഃപൂർവ്വം ചെയ്തതാ. എനിക്കത് അപ്പോഴേ മനസ്സിലായതാ. പിന്നെ ഇവിടെ നിന്നാ രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയത്. ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് നീ തകർത്ത് കളഞ്ഞത്. അങ്ങനെ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും കാണണ്ട. എനിക്കും ചില സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വലുതാ. ഏത് പെണ്ണാ നിന്റെ മനസ്സിലുള്ളത്? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? തേടി പിടിച്ച് അവളുടെ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കാനാണോ? നിന്റെ മനസ്സിൽ ഇത്രയ്ക്കങ്ങ് കയറിപ്പറ്റിയവൾ ആരാണെന്ന് ഞങ്ങൾക്കൊന്നും അറിയണമല്ലോ. അങ്ങനെ ഇപ്പോൾ അറിയണ്ട. ഞങ്ങളുടെ കല്യാണം നടത്തി തന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്തെന്നും വരും.